ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഞാൻ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, എനിക്കുണ്ടായ അനുഭവങ്ങളിലൂടെയാണ് ഒരു പേരൻറ്റിങ് എങ്ങനെയാണെന്നുള്ളത് കൊണ്ടുപോകുന്നതിൽ വളരെ റിസ്ക്കായി എങ്ങനെയാണ് കാര്യങ്ങൾ എന്നറിയാതെ പലയിടത്തും പാളിച്ച് പല കാര്യങ്ങൾ സംഭവിച്ച ഞാൻ എൻ്റെ അനുഭവങ്ങളാണ് നിങ്ങളുടെ മുന്നിലോട്ട് തുറന്നു പറയാം. സധൈര്യം എല്ലാവരും കേട്ട് അതിനുള്ളൊരു റിപ്ലൈ തരിക. ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അമ്മയ്ക്ക് മാത്രമാണോ അതിൻ്റെ സകല ഉത്തരവാദിത്തങ്ങളും? ഒരു അച്ഛന് അതിൽ ഉത്തരവാദിത്തം ഇല്ലായോ? ഒരു കുഞ്ഞുണ്ടായി, 9 മാസം നമ്മൾ ചുമന്നു, ഒരു കുഞ്ഞിനെ നമ്മൾ വരവേറ്റ് സ്വീകരിച്ച് നമ്മൾ പൊന്നെ പൊടിയെന്ന് പറഞ്ഞ കുഞ്ഞിനെ വളർത്തുന്നു. പക്ഷേ നാളെ ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചിരുന്ന ഈ സമൂഹവും നമ്മുടെ കുടുംബവും പറയുന്നത് നീ കാരണമാണ്, നീയാണ് ഇതിനെല്ലാം പ്രശ്നമാക്കിയത്, നീ അത് ചെയ്തിട്ടാണ്, നീ ഇത് ചെയ്തിട്ടാണ് പറയുന്നത്. ചിലപ്പം ബോധത്തോടെ ചില അമ്മമാർ ചെയ്യുമായിരിക്കും, അവൻ അങ്ങനെ പോകുന്നെങ്കിൽ പോട്ടെ എന്ന്. ചിലർക്ക് ബോധമില്ലാതെയും ചിലർക്ക് അറിവില്ലായ്മയും ചിലർക്ക് അറിയാതെയും ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അതിനെല്ലാം ഈ അമ്മമാരെ പഠിക്കാൻ നമ്മൾ കൊള്ളാവോ? ഈ ഒരമ്മയെ പഠിക്കുന്നതും വേറൊരു അമ്മ ആയവൾ തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ മറ്റൊരുത്തിയെ പഠിക്കുന്നു, പക്ഷെ ഞാനത്ര പെർഫെക്റ്റ് ആണോ? ഒരിക്കലും അല്ല. നമ്മൾ ഇതേ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയവരായിരിക്കും. എന്തെങ്കിലുമൊക്കെ ഒരു പാളിച്ച നമുക്ക് സംഭവിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ മറ്റൊരാളെ കുറ്റം പറയും നമ്മളെല്ലാം തികഞ്ഞവളോ ഒന്നുമല്ല. പിന്നെ നമ്മളെന്തിന് മറ്റുള്ളവരെ കുറ്റം പറയുന്നത്, എന്തിനു നിൽക്കുന്നു? മെയിൻലി ഈ പണിക്ക് പോകുന്നവർ, കുറേ തൊഴിലുറപ്പിന് പോകുന്ന കുറേ സ്ത്രീകളുണ്ട്. അവർ പോകുമ്പം എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് കൂട്ടത്തോടെ നിന്ന് അവർ അതിനെപ്പറ്റി ചർച്ച. ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ചർച്ച. തിരിച്ച് വരുമ്പോഴത്തേനും നമ്മളെ കണ്ടിട്ട് വീണ്ടും വലിയ ചർച്ച. ഇവർക്കെന്തിനാണ് മറ്റുള്ളവരുടെ നാട്ടുകാരുടെ കാര്യത്തിൽ ഇവരെന്തിനാണ് ഇത്ര തലയിടുന്നത്? എന്തിനാണ്? അല്ല, ഇവർക്ക് എന്താണ് ആവശ്യം? ഇവർ ജോലിക്ക് പോകുന്നു, ഇവരെ ജോലി കഴിഞ്ഞ് തിരിച്ചു പോകണം. ഒരു സംഭവം ഉണ്ടായി കണ്ട് അതവിടെ പറഞ്ഞു നിൽക്കണം. പിന്നെ അവർ വരുന്ന വഴിക്ക് അവരത് ചർച്ച ചെയ്ത് പിന്നെ നമ്മളെ കാണുമ്പോഴും ചർച്ച ചെയ്യുന്നു. എന്തിൻ്റെ കേടാണ് ഇവർക്ക്? അവർ ജോലിക്ക് പോയി അല്ല സൈഡ് ജോലിക്കുണ്ട്, അല്ലാതെ മറ്റുള്ളവരുടെ കുടുംബമായിട്ട് കയറി കളിക്കേണ്ട ഒരു ആവശ്യവും ഈ പറഞ്ഞ ഒരു പെണ്ണുങ്ങൾക്കും ഇല്ല. കാരണം ഈ ഒരു പെണ്ണുങ്ങളെ ചിലവിലല്ല ഞങ്ങളിവിടെ ജീവിക്കുന്നത്, വാടകയ്ക്കാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അതിൻ്റെ മാസമുള്ള റെൻറ്റ് കൊടുത്തിട്ടാണ് ഞങ്ങളിവിടെ ജീവിക്കുന്നത്. പിന്നെ കുറേ പേര് കാണുമങ്ങ് ചൊറിയാനും അറിയാനും വേണ്ട. അങ്ങനെ ചൊറിയേണ്ട ഒരാവശ്യവും നമ്മളെ ഇല്ല കേട്ടോ. നമ്മൾ മാന്യമായിട്ടും മര്യാദയായിട്ടും നമ്മളിവിടെ ജീവിക്കുന്നത്. പിന്നെ എന്തിനിങ്ങനെ കയറി വന്ന് ചൊറിയാൻ വരേണ്ട കാര്യം എന്തുവാ? പിന്നെ എല്ലാവരും അങ്ങ് പക്ക പെർഫെക്റ്റ് ആണെന്നൊന്നും ആർക്കും പറയാൻ പറ്റത്തില്ല. എല്ലാവർക്കും കാണും ഓരോ മിസ്റ്റേക്കും. ഓരോരുത്തർക്കും ഓരോ കുറവുകളുണ്ടാവും. പക്ഷെ അതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല. മറ്റുള്ളവരുടെ കുറവ് കണ്ടാൽ, മറ്റുള്ളവർ ഒരു തെറ്റ് കണ്ടാൽ അതിനെ വർണ്ണിച്ച് ലോകമെമ്പാടും എവിടെയെല്ലാം എത്തിക്കാവോ അവിടെയെല്ലാം എത്തിച്ച് എന്തെല്ലാം രീതിയിൽ അവരെ മോശക്കാരാക്കാവോ ആ രീതിയിൽ കൊണ്ടുനടക്കുന്നവരാണ് ഈ കുറേ സ്ത്രീകൾ. എല്ലാവരെയും പറയുന്നില്ല, കുറച്ച് പേര്. ചിലവർക്കൊക്കെ കുറച്ച് നല്ല ഇത് കാണും, അറിവ് കാണും, വിവരം കാണും. അവരെയൊന്നും അല്ല, കുറച്ച് പേര്. ഈ പറയുന്നവർ അങ്ങ് ഫുൾ പെർഫെക്റ്റ് ആണോ? അവർക്കൊരു പ്രശ്നവും ഇല്ല, അവരങ്ങ് ഫുൾ ക്ലിയർ ആണ്, അവർ നല്ല പെർഫെക്റ്റ് മദേഴ്സാണ് എന്നുള്ള ക്ലിയർ അവർക്കുണ്ടോ? പറയുന്നവർ അങ്ങനെ കിടന്നങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മളെന്താ? നമ്മൾ ഇതിൻ്റെ ഇടയിൽ പെട്ട് വടിയാവുന്നു, അതാവുന്നു, ആടെയാവുന്നു, മറിച്ചതാവുന്നു. എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെയാ ഒരു സ്ത്രീ കടന്നു പോകുന്നത് എന്നുള്ളത് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? അതിൻ്റെ കൂടെ ഇപ്പോൾ കുടുംബത്തിൽ നിന്ന് നമുക്ക് പ്രശ്നങ്ങളില്ലെങ്കിൽ ഒന്നെങ്കിൽ പുറത്തുള്ളവർക്കായിരിക്കും ഇത് കാണുമ്പോൾ ഉള്ള കണ്ണുകടി. ഇങ്ങനെ കണ്ണുകടിച്ചുകൊണ്ട് എന്തോ കാര്യം? എന്തുവാ? വല്ല കാര്യമുണ്ടോ? നമ്മുടെ കുടുംബത്തിൽ വലിയ വിഷയങ്ങളൊന്നുമില്ലാതെ നമ്മൾ പോകുമ്പം പുറത്തുനിന്നുള്ളവർക്കായിരിക്കും ഭയങ്കര കണ്ണുകടി. ഓ, അവനും അവൾ സുഖമായി ജീവിക്കുന്നല്ലോ, കുട്ടികളുണ്ടല്ലോ, വലിയ കുഴപ്പമില്ലല്ലോ, അവർ നല്ല അടിച്ചു പിരിയാതെ നല്ല സുഖമായിട്ടാണ് ജീവിക്കുന്നത്, വാടകയ്ക്കുമ്പോൾ ജീവിക്കുന്നത്, അങ്ങനെ ചിന്തിക്കുന്ന അതിനു വേണ്ടി തിരി താഴ്ത്തുന്ന കുറേ ടീമുകളും ഉണ്ട്. പക്ഷെ അത് എല്ലാ നാട്ടിലും കാണത്തില്ല. ചില നാട്ടിലൊക്കെ ഉണ്ട് അങ്ങനത്തെ ടീമുകൾ. അത് പെണ്ണുങ്ങൾ തന്നെ ആയിരിക്കും. പക്ഷെ ആണുങ്ങൾ തമ്മിൽ ഭേദമെന്ന് പറയാം. പീഡനം, കൊലക്കേസൊക്കെ തന്നെ അവരുടെ ഹോബി. പക്ഷെ ഇങ്ങനത്തെ നുണയും കുത്തും കോമഡി അവർ പറഞ്ഞിട്ട് എൻ്റെ ശ്രദ്ധയിൽ ഞാൻ ഇന്നേ വരെ ഞാൻ കേട്ടിട്ടില്ല. അങ്ങനത്തെ കാര്യം. പക്ഷേ ഈ ഒരു പെണ്ണാണ് മറ്റേ പെണ്ണിനെ ഭരിക്കുന്നത്. എന്ത് അർഹതയുണ്ട്? എന്തിനാ നിങ്ങൾക്കുള്ളത്? ഞാനിങ്ങനെ പറയാം, ഞാനിപ്പോൾ എല്ലാം തികഞ്ഞവളല്ല. പക്ഷേ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ കുറച്ചൊക്കെ പാകപ്പഴവ് മിസ്റ്റേക്കൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ആദ്യത്തെ കുഞ്ഞിനിപ്പം വയസ്സ് 8 വയസ്സായി, ഇളയ കുഞ്ഞിനിപ്പോൾ 2 വയസ്സാകാൻ പോകുന്നു. അപ്പം ഇടയ്ക്ക് എനിക്ക് എന്തെങ്കിലും വയ്യാതെ വരുമ്പം എന്തെങ്കിലും നോക്കാൻ, എന്നാലും വയ്യാതെ അങ്ങനെ ആയെന്നും പറഞ്ഞ് ഞാൻ ഒരു രീതിയിലും അശ്രദ്ധയായിട്ടോ ഒന്നുമില്ല. ഒന്ന് കണ്ണ് തെറ്റി ഇപ്പുറത്തോട് മാറിയാലും കുഞ്ഞിനെ ഞാൻ എൻ്റെ അടുത്ത് എടുത്ത് എൻ്റെ കൂടെ നിർത്തിയിട്ടാണ് ഞാൻ പണിയെടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ സകലമാന വീട്ടിലാണ് ജോലി ചെയ്യുമ്പോഴെല്ലാം കുഞ്ഞ് ഉറങ്ങുന്നില്ല, ഇതായിട്ട് ഇരിക്കുകയാണെങ്കിൽ കുഞ്ഞിനെ ഞാൻ എൻ്റെ കൂടെ നിർത്തിയിട്ടായിരിക്കും കുഞ്ഞിനെ പാലൊക്കെ കൊടുത്തോ എന്തെങ്കിലും ആഹാരമൊക്കെ കൊടുത്തോ ഒക്കെ ആയിട്ടായിരിക്കും ഞാൻ പണിയെടുക്കുന്നത്. അല്ല അതിൽ വന്നും വേറെ ആരും സഹായിച്ചാലോ ആരും ഇല്ല. ഇപ്പം അമ്മ
അമ്മയാണെങ്കിലും അമ്മായിയമ്മയാണെങ്കിലും ആരും സഹായിച്ചു തരത്തില്ല. ഇപ്പം ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വീട് മാറിയതുകൊണ്ട് പിന്നെ ആരും വന്ന് അങ്ങനെ സഹായിക്കാനൊന്നും ആരും വരത്തൊന്നുമില്ല. സത്യം പറഞ്ഞാൽ തിരിഞ്ഞു നോക്കാൻ പോലും ആരും വരത്തില്ലെന്നുള്ളത് എൻ്റെ ഏറ്റവും ഉള്ള അഭിപ്രായം. പെറ്റ തള്ളയ്ക്ക് പോലും നമ്മുടെ ഈ ഒരു അവസ്ഥയിൽ നമ്മളെ തിരിഞ്ഞു നോക്കാൻ അവർക്കും വയ്യ. പിന്നെ പിന്നെ വേറെ ആരാ വരിക? ഏറ്റവും ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ പെറ്റ തള്ളന്മാരാണ്. നമ്മളെ പെറ്റവർക്കും നമ്മളെ വേണ്ട. നമ്മുടെ ഈ ഒരു അവസ്ഥ അവർക്ക് നമ്മളെ നോക്കാനോ എങ്ങനെ ഉണ്ട് എങ്ങനെ നിനക്കിരിക്കുന്നു വിശേഷങ്ങൾ കേൾക്കാനോ അവർക്ക് പറ്റില്ലെങ്കിൽ പിന്നെ അതിനോടനുസരിച്ച് വേറെ ആരാ? പക്ഷെ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. വേറെ ആൾക്കാരും കാണും, ആരെങ്കിലൊക്കെ ദേവദൂതന്മാരെ പോലെ നമ്മളോട് വന്ന് സംസാരിക്കുന്ന കുറേ പേര് കാണുമായിരിക്കും. പക്ഷേ എനിക്കിപ്പോൾ ഈ 2 കുഞ്ഞുങ്ങളുണ്ട്, ഞാനവരെ വളർത്തുന്നില്ല. അത് എനിക്ക് എന്തായാലും തെറ്റുണ്ടെങ്കിൽ ഞാനത് അറിഞ്ഞും കണ്ട് സംസാരിക്കും. പുറത്തുനിന്നുള്ളവർ എന്തിനാ വന്ന് ചേച്ചിമാരെ നിങ്ങൾ വന്നിട്ട് ഇങ്ങനെ നീ അത് ചെയ്യുന്ന തെറ്റാ, ഇത് ചെയ്യുന്ന തെറ്റാ, ഈ പറയുന്ന നിങ്ങൾ ചെയ്യുന്ന എല്ലാം ശരിയാണോ ചേച്ചിമാരെ? അല്ലല്ലോ, നിങ്ങൾ ചെയ്യുന്ന എല്ലാം നിങ്ങൾ ചെയ്യുന്നതിൽ പല പല തെറ്റുകളില്ല. പിന്നെ നിങ്ങളെന്താ കുറച്ചും കൂടെ മൂത്തതായോണ്ടോ സീനിയർ ആയതുകൊണ്ടാണോ നിങ്ങളങ്ങനെ വന്നിട്ട് ചാടുന്നത് ഞങ്ങളെപ്പോലെ അമ്മമാരോട്? മിണ്ടാതിരിക്കുന്നതുകൊണ്ട് നിങ്ങളെന്താ കരുതുക ഞങ്ങളുടെ ക്ഷമ എന്നും അങ്ങ് പറഞ്ഞ് ഞങ്ങളുടെ ക്ഷമ നശിപ്പിക്കാനാണല്ലോ. പക്ഷേ അങ്ങനെ മിണ്ടാതിരിക്കുന്നവരാണ് നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടത്. എന്തെങ്കിലും ഒരിക്കൽ അവർ തിരിച്ചൊരു മറുപടി അവർ വായിരിക്കുന്നത് കേൾക്കേണ്ടി വരും. അപ്പോൾ ഇത് ഞാൻ എല്ലാ അമ്മമാരുടെ അറിവിലായിട്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ് ഫ്രണ്ട്സ്. നിങ്ങളെല്ലാവരും കേട്ടിട്ട് ഇതിനൊരു മറുപടി തരിക. കാരണം ഒരു അമ്മയെ ശേഷം ഞാൻ ഏതെല്ലാം ഒരു മനോവിഷമ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ളത് എനിക്ക് നന്നായിട്ടറിയാം. വേദന പല രീതിയിൽ ഞാൻ വേദന അനുഭവിച്ചിട്ടുണ്ട്. ഓരോ കഷ്ടപ്പാടുകളിലൂടെയാണ് ഞാൻ ഇത്രയും കാലം എൻ്റെ ജീവിതം മുന്നോട്ട് ഞാൻ കൊണ്ടുപോകുന്നത്. പക്ഷെ ആ കഷ്ടപ്പാടിലും എനിക്കൊരു പ്രത്യാശയുണ്ട്, എനിക്കൊരു സമർപ്പണമുണ്ട്, ഒരു പ്രാർത്ഥനയുണ്ട്. ദൈവം എന്നെങ്കിലും എൻ്റെ ഒരു അവസ്ഥയ്ക്ക് ഞാൻ മാറ്റം തരും എന്ന വിശ്വാസത്തോടെ ഞാൻ മുന്നോട്ട് ജീവിക്കുന്നവളാണ്. പലവട്ടം പേരെടുത്ത് പറയുന്നില്ല, പലരുടെയും പീഡനങ്ങൾക്ക് വരെ ഞാൻ ഇരയായിട്ട് ഞാൻ സൂയിസൈഡ് വരെ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് എൻ്റെ കല്യാണത്തിന് ശേഷം. അങ്ങനെ വരെ എൻ്റെ പോയി ജീവിതമാണ്. അപ്പം ചേച്ചി ചേട്ടാ ആരായാലും ഈ വീഡിയോ കാണുന്ന ആരായാലും നിങ്ങളുടെ കമൻറ്റ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയാൻ മറക്കരുത്. കാരണം ഒരു സ്ത്രീ അനുഭവിക്കുന്നത് ഇപ്പോൾ വരെ എന്തെല്ലാം പ്രശ്നങ്ങളാണ്. വർക്കലയിൽ ഇപ്പോൾ സംഭവിച്ച കേസാണ്. ട്രെയിനിൽ കൂടെ മദ്യപിച്ച് ബോധരഹിതനായിട്ട് ഒരു പെണ്ണിനെ തള്ളിയിട്ട കേസ്. രക്ഷപ്പെട്ടോ ഇല്ലയോ ഒന്നൊന്നും അറിഞ്ഞിട്ടില്ല. പെണ്ണിൻ്റെ നിലയൊക്കെ എന്തോ അതീവ ഗുരുതരമാണെന്നൊക്കെയാണ് വാർത്തയിൽ വരുന്നത്. അപ്പം ഒരിടത്തും നമ്മൾ ഈ പെണ്ണുങ്ങൾക്ക് എന്താ ഒരു സേഫ്റ്റി ഇല്ലായോ, ഒരു സംരക്ഷണവും ഇല്ലായോ? എല്ലായിടത്തും ബലിയാടാവുന്നത് കുറേ പെണ്ണുങ്ങളായിരിക്കും. അതിപ്പോൾ ഈ നാട്ടിലാണെങ്കിലും പുറത്തോട്ട് പോയാലും. അതെന്താ ഈ പെണ്ണുങ്ങളോട് ഇങ്ങനെ ഒരു അകൽച്ച എന്തിനാ? അത് ഏറ്റവും കൂടുതൽ ചിലയിടത്ത് ആണുങ്ങളായിരിക്കാം, പക്ഷെ ചിലയിടത്ത് പെണ്ണുങ്ങളായിരിക്കാം. അമ്മായിമ്മ കാരണം മരുമകൾ ആത്മഹത്യ ചെയ്ത്, ഭർത്താവും അമ്മായിമ്മയും കാരണം മരുമകളും കുഞ്ഞും ആത്മഹത്യ ചെയ്ത്. അങ്ങനെ എന്തെല്ലാം വിഷയങ്ങൾ നമ്മൾ എവിടെയെല്ലാം കേൾക്കുന്നത്. ഒരു സ്ത്രീയല്ലേ എൻ്റെ മകൻ ഒരാളെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന് അതിനെ ഞാൻ എൻ്റെ മകളായിട്ട് അംഗീകരിച്ചില്ലെങ്കിൽ എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ ഒരു മൈൻഡ് എനിക്ക് വേണം ഉറപ്പായിട്ടും. കാരണം ഞാനും അതേ കണക്ക് വന്ന ഒരു പെണ്ണാണ്. അതിന് നമ്മൾ അങ്ങനെ അംഗീകരിക്കാതെ നമുക്ക് മുന്നോട്ട് ജീവിച്ച് അത് ഓക്കെ അല്ല. ആദ്യത്തെ നല്ലൊരു പത്രാസിന് കൊള്ളാം, നല്ല അടിപൊളിയാണ്. പിന്നെ അങ്ങോട്ട് പോകെ അയ്യോ ശരിയാവത്തില്ല, വിട്ടുകളയാം എന്നൊക്കെ ചിന്ത വന്ന് പിന്നെ മകളെ തലയിൽ തിരിയേറ്റി കൊടുത്ത് അത് ശരിയാവാതെ അത് കളയാൻ അതൊക്കെ കൂടുതലും ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. പക്ഷേ എൻ്റെ ലൈഫിൽ എനിക്ക് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. നല്ല ഇതായിട്ട് തന്നെ ഞങ്ങൾ ജീവിക്കുന്നത്. 9 വർഷം പൂർത്തിയായി ഞങ്ങൾ 2 കുഞ്ഞുങ്ങളായിട്ട് ഞങ്ങൾ സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്. ആദ്യമൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആദ്യം കുഞ്ഞുണ്ടായപ്പം പ്രശ്നങ്ങളുണ്ടെങ്കിലും ഭർത്താവ് എൻ്റെ കൂടൊപ്പം നല്ല കട്ട സപ്പോർട്ടായിട്ട് നിന്നത്. അതിലൊക്കെ ഞാൻ ഹാപ്പിയാണ്. പക്ഷേ കുറേ നാട്ടുകാരുണ്ട് നമ്മുടെ വിഷയങ്ങളിൽ ആവശ്യമില്ലാതെ വന്ന് തലയിടുന്ന കുറേ ടീമുകൾ. അല്ല നിങ്ങൾക്കൊക്കെ എന്തിൻ്റെ കേടാണ്? നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പിന്നെ നിങ്ങളെന്തിനാണ് ഈ മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ? അതാ നിങ്ങളുടെ വീട്ടിൽ പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾക്ക് മറ്റുള്ളവർ പ്രശ്നത്തിൽ കയറി ചൊറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ ചൊറിയുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ ചൊറിഞ്ഞോറ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കണേ, എന്നിട്ട് അതിന് നിങ്ങൾ പരിഹാരം കാണുക. നിങ്ങളെന്തിനാണ് ഈ മറ്റുള്ളവരുടെ കാര്യത്തിൽ കയറി ഇടപെട്ട് അവരതാണ് ഇതാണ് മാടയാക്കിയിടേ പറയാം? നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? അല്ല നിങ്ങൾ ഈ പറയുന്ന നിങ്ങളെല്ലാം തികഞ്ഞിരിക്കുന്ന ടീമുകളാണോ? അല്ലല്ലോ, ഒരിക്കലും അല്ല. പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ മറ്റുള്ളവരെ കുറ്റം പറയാൻ നിൽക്കുന്നത്? ജീവനുള്ള കാലം അങ്ങ് ജീവിക്കുക. കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മൾ എങ്ങനെ ജീവിക്കുക, എത്ര നാളത്തോളം ജീവിക്കുക, അത്ര നല്ല രീതിയിൽ ജീവിക്കുക. പിന്നെ ചത്ത് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഈ ഭൂമിയിൽ എവിടെ എങ്ങനെ ഇരിക്കും എന്നൊന്നും ആർക്കും അറിയില്ല ഒരു മനുഷ്യനും. അപ്പം ജീവിക്കുന്ന കാലം അത്രത്തോളം നല്ലതായി ജീവിക്കുക. അല്ലാതെ മറ്റൊരാളെ കുറ്റം കണ്ടിട്ട് അവളങ്ങനെ എങ്ങനെയാണ് മാടയാക്കിയ എന്നും പറഞ്ഞ് ജീവിക്കാനുള്ള ഒരു യോഗ്യത അർഹതയും നമുക്കില്ല.
അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ ഇത്ര വിഷയമായിട്ട് എനിക്കുണ്ടായ അനുഭവം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഓക്കെ, രാത്രിയായി, കുഞ്ഞുങ്ങൾ രണ്ടും ഉറങ്ങിയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കാനും പോസ്റ്റ് ചെയ്യാനും വന്നത്. അപ്പോൾ എല്ലാവരും സധൈര്യം കേൾക്കുക. എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം ഒരു അമ്മയെ പോയി പല പല ഫീലിങ്സിലൂടെയും പല പല വിഷമഘട്ടങ്ങളിലൂടെയും അനുഭവിച്ച് തരണം ചെയ്തിട്ടൊക്കെയാണ് ഞാൻ ഇന്ന് ഇവിടം വരെ എത്തിയത്. എനിക്കങ്ങനെ വലിയ എക്സ്പീരിയൻസ് ഉണ്ട്. ഞാനങ്ങ് വലിയ മാടയാ മറിച്ച എന്നൊന്നും ഞാൻ ഒരിക്കലും ആരോടും പറയത്തില്ല. ഞാനങ്ങനെ കാണിക്കാൻ ആരോടും അടുത്തോട്ടും ഞാൻ പോകില്ല. ഞാനങ്ങ് വലിയ ഒരു 2 പ്രസവിച്ച വലിയൊരു അമ്മച്ചിയാ കുമ്മച്ചിയാ എന്നൊന്നും പറയില്ല. 10-30 വയസ്സ് എനിക്ക് പ്രായമുള്ളത്. അപ്പം ഞാനിപ്പോൾ എൻ്റെ ലൈഫ് അനുഭവിച്ചിട്ട് ഞാൻ അങ്ങനെ ജീവിക്കുന്നത്. അല്ലാതെ ഞാനിപ്പം പോയി മറ്റൊരാൾ അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞാലും ഞാൻ ആരുടെ അടുത്തും പോയി ചൊറിയാനോ കരയാനോ ഒരഹങ്കാരത്തിനും ഞാൻ പോകില്ല. കാരണം നമുക്ക് ഈ ലോകത്ത് നമ്മുടെ ജീവിതം എത്ര ഉണ്ടെന്ന് നമുക്ക് പോലും അറിയില്ല. ഒരു എണ്ണപ്പെട്ട കണക്ക് നമ്പർ പോലെ നമ്മുടെ ജീവിതം. ഇന്ന് ഞാനുണ്ട്, നാളെ ഞാനുണ്ടോ അതിലെനിക്കൊരു ഉറപ്പില്ലാത്തവളായിരിക്കും. പക്ഷെ ദൈവത്തിന് എന്നെ കൊണ്ട് ഒരു പദ്ധതിയുണ്ട്. ആ രീതിയിൽ ഞാൻ ജീവിക്കുന്നു. എൻ്റെ ആയുസ്സിൻ്റെ നീളം ദൈർഘ്യം എത്രയാണെന്ന് എനിക്കറിയില്ല. അത് കഴിയുമ്പം ഞാൻ തിരികെ എവിടുന്ന് വന്നോ അങ്ങോട്ട് തന്നെ തിരികെ പോകണം. അപ്പോൾ ഓക്കെ, ഇനി ഞാൻ പറഞ്ഞ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല, ആരെയും മടുപ്പിക്കുന്നില്ല. എല്ലാവരും വീഡിയോ കാണുക, നല്ല അഭിപ്രായം പറയുക. ഓക്കെ, ടാറ്റ, ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്. ഗോഡ് ബ്ലെസ് യു.